അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മുടെ കേരള സർക്കാർ ഭരണം തുടങ്ങിയിരിക്കുന്നത്. ഒടുവിൽ നമ്മുടെ നാട്ടിലും സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ ആയിരിക്കുകയാണ്. ഇന്ന് അതായത് ജൂൺ 15 മുതൽ കേരള സർക്കാർ പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ സൗജന്യ യാത്രാ പദ്ധതി ഒഫീഷ്യലായിട്ട് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇതിൻ്റെ നിബന്ധനകളെക്കുറിച്ച് സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തെ കാര്യം, പ്രൈവറ്റ് ബസ്സിലോ KSRTCയുടെ മിന്നലോ സൂപ്പർ ഫാസ്റ്റിലോ കയറി ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല. നിലവിൽ KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ മാത്രമാണ് ഈ സൗജന്യം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, ടൗൺ ടു ടൗൺ, പോയിന്റ് ടു പോയിന്റ്, പിന്നെ ഗ്രാമപ്രദേശത്തിൽ ഓടുന്ന നമ്മുടെ സ്വന്തം ഗ്രാമവണ്ടി സർവീസുകൾ, ഇങ്ങനെ കൃത്യമായിട്ട് 7 വിഭാഗം ഓർഡിനറി ബസ്സുകളിലാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുക. ഇനി ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ID കാർഡുകളോ വരുമാന സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ കാണിക്കേണ്ടതില്ല. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും, ഇനി കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന വിനോദസഞ്ചാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് വരെ ഈ ആനുകൂല്യം ലഭിക്കും. പക്ഷെ ഒരു പ്രധാന നിബന്ധനയുണ്ട്. ബസ്സിൽ നമ്മൾ കയറിയാൽ കണ്ടക്ടറോട് പോകുന്ന സ്ഥലം പറഞ്ഞ് 0 ഫെയർ ടിക്കറ്റ് അഥവാ 0 രൂപ എന്ന് എഴുതിയ ടിക്കറ്റ് നിർബന്ധമായിട്ടും കൈപ്പറ്റേണ്ടതുണ്ട്. ബസ്സിൽ എത്ര സ്ത്രീകൾ യാത്ര ചെയ്തു എന്ന് ഡിജിറ്റലായിട്ട് കണക്കാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ടിക്കറ്റ് നിർബന്ധമായിട്ടും ചോദിച്ചു വാങ്ങുക. ഇനി ഈ ടിക്കറ്റ് ഇല്ലാത്ത പക്ഷം 500 രൂപ വരെ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ തൃശ്ശൂരിൽ നിന്നിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ബസ്സിലാണ് കയറിയെന്ന് വെക്കുക. നിങ്ങൾക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ്, പക്ഷെ നിങ്ങൾ എടുത്ത ടിക്കറ്റ് എറണാകുളം വരെ ഉള്ളതാണ്. സപ്പോസ് ഇനി എറണാകുളം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് KSRTCയിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ആൾ വരും. അപ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ടിക്കറ്റിൽ എറണാകുളം വരെയുള്ള സ്ഥലമാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫൈന് വരാൻ 500 രൂപ വരെ ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ 0 ഫെയർ ടിക്കറ്റ്, അതായത് 0 എന്ന് എഴുതിയിട്ടുണ്ടാവും, അതെന്തായാലും മസ്റ്റായിട്ടും വാങ്ങിക്കേണ്ടതുണ്ട്. ഇനി ലഗേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ ഓർഡിനറി ബസ്സുകളിൽ 15 കിലോഗ്രാം വരെയുള്ള ലഗേജുകൾ നിങ്ങൾക്കൊപ്പം സൗജന്യമായിട്ട് കൊണ്ടുപോകാം. കൂടാതെ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്ന KSRTC ബസ്സുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവയിൽ പ്രത്യേകം സ്റ്റിക്കറുകൾ പതിപ്പിച്ചിട്ടുണ്ട്, യാത്ര സൗജന്യം എന്ന് പറഞ്ഞിട്ട്. ആദ്യത്തെ 100 ദിവസത്തെ സർവീസിന് ശേഷം ഈ പദ്ധതി മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ പുതിയ പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ വീട്ടിലെ അമ്മമാർക്കും സഹോദരിമാർക്കും മറ്റുള്ള സ്ത്രീ ജനങ്ങൾക്കും ഇപ്പോൾ തന്നെ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.